ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരു വൈകുന്നേര ദിവസം നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയ വീഡിയോ ആണ്. കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോയ വീഡിയോ കേട്ടോ. അപ്പം നമ്മളെ രണ്ട് സുന്ദരക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടാൾക്ക് ഇത് തന്നെ മണ്ണ് വാരൽ, ചെടി പറിക്കൽ, പുല്ല് പറിക്കൽ ഇത് തന്നെയാണ് പണി. കുളിച്ച് മാറ്റി നിന്നിട്ടും ഇത് തന്നെയാണ് അവരെ പണി കേട്ടോ. അങ്ങനെ നമ്മളിതാ വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇതാ വണ്ടി കയറിയിട്ടില്ല, അതിന് മുന്നേ ഞാൻ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നൊരു വീഡിയോ വെറുതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സന്ധ്യ ആവാനായിട്ടുണ്ട്. ശരത്തേട്ടന് 2-3 ദിവസം വയനാട് എങ്ങനെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പം നിമിഷേച്ചി പറഞ്ഞ് നമ്മൾ കുറേയിലെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മക്കും ടാറ്റെല്ലാം പറഞ്ഞിട്ട് നമ്മളിതാ ഇറങ്ങാൻ നിൽക്കുവാന്ന്. അമ്മേൻ്റെ വീഡിയോ എടുത്തത് അമ്മ അന്നേരം കണ്ടിട്ടില്ല. മിക്കവാറും ഇത് കണ്ടാൽ അമ്മ എന്നോട് ചോദിക്കും, നീ എപ്പം എൻ്റെ വീഡിയോ എടുത്തേന്ന്. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. നമ്മളെ പിള്ളേർ രണ്ടാളും മുന്നിലെ സീറ്റിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ പുറകിൽ വരുന്ന അറിയാം കേട്ടോ. ഒന്നിക്ക് ഉറക്ക് വന്നിട്ട് എന്തായാലും അവിടെ നിന്ന് എണീച്ചിട്ട് ബാക്കിലേക്ക് തന്നെ വരും. അങ്ങനെ നമ്മൾ പുറകിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറകിൽ നമ്മൾ 2 സുന്ദരികൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞാറ്റി ഉണ്ട്, അവളവിടെ ഇരുന്നിട്ട് അപ്പോൾ അവളോട് ടാറ്റ പറഞ്ഞാന്നേ ഞാൻ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ചേച്ചി പറയാം ഫ്രണ്ട് ക്യാമറ വലിയ രസമില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് സൈഡിലൊരു സുന്ദരിയായി ഞാനിരിക്കുമ്പോൾ എന്നെ മാത്രമേ ഫോക്കസ് ചെയ്യുക, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ തന്നെ ചിരിച്ചു കേട്ടോ. കണ്ടില്ലേ, കുറച്ച് എത്തിയപ്പോഴേക്കും നമ്മളെ പിള്ളേർ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീഷുവിൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ആ മാരുതി സുസുക്കി എന്ന് എഴുതിയൊരു സാധനമാണ്. പണ്ട് നിന്നിട്ട് അത് പൊട്ടിച്ചതായിരുന്നു. അതിപ്പോൾ ഓനെ ഇവിടുന്ന് എടുത്തിട്ട് കാർ കയറിയതാണ് കേട്ടോ. അപ്പം നമ്മളിതാ പ്രകൃതി രമണീയമായ റബ്ബറിലെ കൂടി ഇങ്ങനെ പോവാന്നേ. നമ്മളെ കുട്ടീസ് 2 പേരും ഇതാ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വന്നിട്ട് പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുവാന്ന് കേട്ടോ. അപ്പോഴേക്ക് ശരത്തേട്ടൻ പാട്ട് വെച്ചിട്ടുണ്ടായിനെ. പിന്നെ രണ്ടാളും കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ അങ്ങ് തുടങ്ങി കേട്ടോ. നല്ല വൈബായിരുന്നു. എന്താ പറയണ്ട, അവിടെ റെസ്റ്റോറൻറ്റ് എത്തുന്നത് വരെ കേട്ടോ. You look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's facts. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase.
night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's facts. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink. റിക്കൂട്ടനാണെങ്കിൽ നമ്മളന്ന് മൈസൂർ ടൂർ പോയി വന്നതിന് ശേഷം ഭയങ്കര ഡാൻസാണ്. പാട്ട് എവിടെ പാട്ട് വെച്ച് കഴിഞ്ഞാലും ഓനൊന്ന് തുള്ളണം കേട്ടോ. അപ്പോൾ നമ്മളെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മൾ അധികവും വരുന്നൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ശ്രീകണ്ഠാപുരത്തുള്ളത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് അങ്ങനെ ആരും ഇല്ലാത്തത്. പുറത്ത് ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ റിക്കൂട്ടൻ ഇതത് ഉള്ളിൽ കളിക്കുന്നുണ്ട്, എൻ്റെ മുടി കയറി ചവിട്ടി നിൽക്കുന്നുണ്ട്. ഓൻ അറിഞ്ഞുകൊണ്ട് ചവിട്ടി കയറി നിന്നിട്ട് അയ്യോ കാല് കുങ്ങി കുങ്ങി എന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ് കേട്ടോ. അഭിനയിക്കാൻ എൻ്റെ പുത്രനെ കഴിച്ചിട്ടേ ആൾ ബാക്കിയുള്ളൂ. നമ്മൾ ഓർഡറെല്ലാം കൊടുത്തിട്ടിരിക്കുവാന്ന് കേട്ടോ. അൽഫാം, ഫ്രൈഡ് റൈസ്, പിന്നെ ബീഫ് ചില്ലി, പിന്നെന്താണ് വേറെന്തോ ചില്ലി, പൊറോട്ട, അങ്ങനെ എന്തെല്ലോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നേ. ഈശോ ആണെങ്കിൽ സ്കൂൾ വിട്ട് വന്നപാടാണ്, ഓനും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മളെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഇതാ നമ്മളെ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ റിക്കൂട്ടിന് ആദ്യം കുറച്ച് ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അംഗം എന്ന് പറഞ്ഞാൽ അംഗം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ റിക്കൂട്ടൻ ഓൻ്റെ കഴിക്കൽ കഴിഞ്ഞ പാടെ തന്നെ ഓൻ നിലത്തിറങ്ങിയിട്ട് മതി ഇടിക്കൂട്ടൻ തിന്നു എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ പോകുന്നിട്ട് പോയതാണ്. അപ്പോഴേക്കും ഞാനും കഴിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാളും കൈ കഴുകിയിട്ട് തിരിച്ച് വന്ന്. അപ്പോഴേക്ക് നിമിഷേച്ചിയും ശരത്താട്ടനും നമ്മളെ യേശുവും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കൈയൊക്കെ കഴുകി വന്ന ശേഷം അവിടെ ഒരു മജ്ലിസ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ റിക്കൂട്ടൻ യേശുവും കൂടി വളരെ കുറച്ച് സമയം കളിച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ അവിടെ പൊടിയെല്ലാം പോലെ തോന്നി, വലിയൊരു സുഖമില്ലാത്ത പോലെ തോന്നി. അപ്പം പിന്നെ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇതാണ് ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ ശരത്തായിട്ടും ബില്ലെല്ലാം കൊടുത്ത് നമ്മൾ പിന്നെ കാറിലേക്ക് കയറുന്ന സമയത്തായിരുന്നു ഇവിടെ ഇത്രയധികം മഴ പെയ്തിനോന്ന് അറിഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെയും മഴ പെയ്തെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ ഈ പ്ലാനറ്റ് ഇല്ലേ, ശ്രീകണ്ഠാപുരം ഈ പ്ലാനറ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കട വരുന്നത് കേട്ടോ. റിക്കൂട്ടൻ വിഷു ഇതാ പിന്നെയും നല്ല മഴയൊക്കെ ആസ്വദിച്ച് വൈബടിച്ചിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ മീനും പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിമിഷേച്ച് ശരത്തേട്ടനാണ് അത് വാങ്ങാൻ പോയത്. ഞാനും റിക്കൂട്ടനും ഇഷുവും കൂടിയിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയേണ്ടത് തുള്ളിക്കളിക്കൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്രോളെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പം വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് കാണുമ്പോൾ റിക്കൂട്ടൻ ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട്, അച്ചക്കാരന് സൂചി കുത്തിന്ന്. ഇതിപ്പോൾ ഞാൻ ശരത്തേട്ടൻ മീൻ വാങ്ങാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ അവിടെ നല്ല ലൈറ്റ് കത്തി നിൽക്കുന്നതുകൊണ്ട് ഫോണിലെടുക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ചെങ്ങളായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. റിക്കൂട്ടൻ ഇതാ വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന് കേട്ടോ. ഇവനിപ്പോൾ അധികം ഫുൾ ടൈം പുറത്തുനിന്ന് തന്നെ കളിയായിട്ട് നോക്കുമ്പോൾ നല്ല ക്ഷീണമെല്ലാം ഉണ്ട്, അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതാ റിക്കൂട്ടൻ അതേ ഡ്രസ്സാൽ തന്നെ കിടത്തി ഉറക്കി കേട്ടോ. അപ്പം അമ്മ നല്ല കലത്തപ്പലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, അത് കഷ്ണം വേറെ അങ്ങനെ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. ബാക്കി ഇത് അത്രയേ ഉള്ളായിരുന്നു.
അങ്ങനെ പിന്നെ ഇഷു അമ്മമ്മയും കൂട്ടിയിട്ട് കാർട്ടൂണെല്ലാം കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനും മാറ്റിയിട്ട് വന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി റിക്കൂട്ടൻ ഇത് ഈ കട്ടുമ്പം നിർത്തിയിട്ട് മുകളിൽ റൂമിൽ കൊണ്ടുപോയി കിടത്തണം. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞേട്ടാ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.